UDF പ്രവേശനം കാത്തിരിക്കുന്ന PV അൻവറിനും കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിനും വലിയ ഊർജ്ജം നൽകി ദേശീയ നേതാക്കളുടെ കേരള സന്ദർശനം. മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ, താമരശ്ശേരി ബിഷപ്പ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞത് തൃണമൂലിന്റെ UDF പ്രവേശന സാധ്യതകളെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും വിലയിരുത്തൽ. മമതാ ബാനർജി കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഡെറിക് ഒബ്രയനും മഹുവ മൊയ്ത്രയും. രണ്ടുപേരെയും കേരളത്തിലെത്തിക്കാനും മുസ്ലിം ലീഗ് നേതാക്കളടക്കം സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിക്കാൻ കഴിഞ്ഞത് PV അൻവറിന് വലിയ നേട്ടമായെന്നാണ് വിലയിരുത്തൽ. മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളെയും താമരശ്ശേരി ബിഷപ്പ് റമജു സിഞ്ചനാനിയിലെയും കണ്ട തൃണമൂൽ നേതാക്കൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നോളജ് സിറ്റിയിലും സന്ദർശനം നടത്തി. സാമുദായിക നേതാക്കളുമായുള്ള സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് PV അൻവർ മീഡിയ വണ്ണോട് പറഞ്ഞു. BJPയെയും RSSനെയും എങ്ങനെയാണ് നേരിടുന്നത്, പാർലമെന്റിൽ അവർ എടുക്കുന്ന നിലപാടുകൾ, ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ കാണുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലെ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ഒരു ക്ലോസ് ഡിസ്കഷനായിരുന്നു ഇന്ന് നടന്നിരുന്നത്. അത് വളരെ ഫ്രൂട്ട്ഫുള്ളാണ്, വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. തൃണമൂലിന്റെ പ്രധാന നേതാക്കളുടെ സന്ദർശനം PV അൻവറിന് രണ്ടർത്ഥത്തിൽ നേട്ടമാണ്. തൃണമൂൽ അണികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നേതാവെന്ന നിലയിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും അൻവറിന് കഴിഞ്ഞു. UDF നേതൃത്വത്തിന് മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിലും അവഗണിക്കാൻ കഴിയുന്ന കൂട്ടായ്മയല്ല തൃണമൂൽ എന്ന പ്രതീതി ഉണ്ടാക്കാനും കഴിഞ്ഞു. വന്യമൃഗശല്യം പാർലമെന്റിൽ തൃണമൂലിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ കൂടി കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായി മാറുകയും ചെയ്യും. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.